നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീലേഖയാണ് പലരുടെയും പ്രധാന തലക്കെട്ടുകൾ. ശ്രീലേഖയ്ക്ക് മേയർ ആകണമെന്നായിരുന്നു താല്പര്യം. അതിവിടുത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും ശ്രീലേഖയെ മേയർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ BJP-യിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവന്നത്. മേയർ സ്ഥാനം പോയപ്പോൾ പിന്നീട് വട്ടിയൂർക്കാവിൽ നിർത്തി നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാമെന്നൊരു വാഗ്ദാനം തന്നു. അതും പോയി. അതുകൊണ്ട് രണ്ട് കൽപ്പിച്ച് ഞാൻ ഇറങ്ങുകയാണ് എന്നുള്ള മട്ടിലായിരുന്നു പല വാർത്തകളും വന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രീലേഖയെ എടുത്തിട്ട് ആഘോഷിച്ചു എന്ന് വേണം പറയാൻ. എന്നാൽ പലരും പറയാൻ മടിക്കുന്ന രീതിയിൽ കൃത്യമായുള്ള മറുപടികൾ മാപ്രകളെന്ന് വിളിച്ചുകൊണ്ട് ശ്രീലേഖ ഇവർക്ക് നൽകുകയും ചെയ്തു. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, മാപ്രകൾ വെറുതെ വിഷമിക്കേണ്ടതില്ല. എന്നെ ഓഫീസിനകത്ത് പോലും കയറ്റാൻ സമ്മതിക്കാത്ത രീതിയിൽ മൈക്കം തൂക്കിപ്പിടിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ റേറ്റിംഗിന് വേണ്ടി നിങ്ങൾ തരം പോലെ അതിനെ മാറ്റിമറിച്ചതിൽ നന്ദിയുണ്ട്. എനിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാധ്യമം വഴി സംസാരിക്കാമെന്ന് അവർ ഉറച്ച നിലപാടും സ്വീകരിച്ചു. അഞ്ജു പാർവതി പ്രഭീഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അഞ്ജു പാർവതി പറയുന്ന ചില കാര്യങ്ങൾ അതിൽ സത്യസന്ധതയുമായി തന്നെ അവർ പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എന്തുകൊണ്ട് ശ്രീലേഖയെ ഇത്തരത്തിൽ മാധ്യമങ്ങൾ വിടാതെ പിടികൂടുന്നു, എന്തുകൊണ്ട് അവരെ ഇത്തരത്തിൽ പിച്ചി ചീന്തുന്നു. സത്യത്തിൽ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. അവർ വെച്ച് തിരിച്ചും മറിച്ചും വായിൽ തോന്നിയ ക്യാപ്ഷനൊക്കെ ഇട്ട് തരംതാർന്ന വാർത്ത പടച്ചുവിടുന്ന മാധ്യമ പരിഷകൾ എന്ന കഴുകക്കൂട്ടം. വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർക്ക് ചുറ്റും പറന്നു നടന്ന് അവരെ കൊത്തിവലിക്കുന്നു. എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തിൽ ഒട്ടുമേ വേണ്ടാത്ത സംഗതിയായ ലോയാലിറ്റി ഇവർക്ക് ഉണ്ടായിപ്പോയി എന്നതാണ്. സത്യത്തിൽ ഇവരെ പോലെയുള്ളവർ ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നത് നാഷണൽ ബിൽഡിംഗ്, അതിന് റിട്ടയർമെന്റിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും എന്നതിലായിരുന്നു. അല്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇങ്ങനെ കൊത്തിപ്പറിക്കപ്പെടാൻ നിന്നു കൊടുക്കരുത് ആയിരുന്നു. 100ഓളം കൗൺസിലർമാർ നഗരസഭയ്ക്കുണ്ടെങ്കിലും ഇവരെന്ത് ചെയ്യുന്നു എന്ന് ഓഡിറ്റ് നടത്താൻ കച്ചകെട്ടിയിരിക്കുന്ന മാധ്യമങ്ങളും എതിർചേരിക്കാരും ഒരു വശത്തും, അവർ ഇടുന്ന തലക്കെട്ട് കണ്ട മാത്രമേ തന്നെ അവരെ തെറി പറയാൻ ഒരുമ്പിട്ട് നിൽക്കുന്ന അവരുടെ തന്നെ പാർട്ടിയിലെ അടിമകൾ മറ്റൊരു വശത്തും. സത്യത്തിൽ പെട്ടുപോയത് അവരാണ്. തിരുവനന്തപുരത്ത് ശാസ്തമംഗലം വാർഡിൽ അവരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പോൾ BJP-യുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും മുൻ പേജിൽ വാർത്ത കൊടുത്തിരുന്നു. അതിനെ എതിർത്ത് അവരുടെ പാർട്ടിയിലെ ഒരാൾ പോലും അന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുമില്ല. ആ ഒരു വാർത്ത ശരിയാണ് എന്ന് കരുതി നല്ല വിദ്യാഭ്യാസവും ലോകപരിചയവും നീതിയും നിയമവും വശമുള്ള ഒരാൾ മേയർ ആവട്ടെ എന്ന് കരുതിയിരുന്നു തിരുവനന്തപുരത്തെ ജനങ്ങളും. പലരും രാഷ്ട്രീയം പോലും മാറ്റിവെച്ച് വോട്ട് ചെയ്തു. അത്രമേൽ മറ്റേ ഇള്ളക്കുട്ടി ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു ജനങ്ങൾ. അതുകൊണ്ടാണ് ഇത്രയ്ക്കൊരു വിജയം BJP ഇവിടെ കൊയ്തതും. അതിപ്പോൾ അവരുടെ പാർട്ടിയിലെ കടുത്ത രാഷ്ട്രീയ പക്ഷമുള്ള ആളുകൾ നിഷേധിക്കുമായിരിക്കും. എന്നാൽ സത്യം എന്തെന്ന് ഈ നഗരത്തിൽ ഉള്ളവർക്ക് നന്നായി അറിയാം. അതെന്തെങ്കിലും ആവട്ടെ, അവർ ജയിച്ചു. പാർട്ടി എടുത്ത തീരുമാനത്തിന് ഒപ്പം നിന്നു. വാർഡ് കൗൺസിലറും ആയി. മറ്റേതൊരു കൗൺസിലറിനെ പോലെയുമുള്ള ഒരു വ്യക്തിയായി മാത്രം കണ്ട് അവരുടെ കർമ്മ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ വിടുന്നത് പകരം അവരെ ടാർഗറ്റ് ചെയ്ത് സ്വസ്ഥത കൊടുക്കാതെ പിന്നാലെ നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു. ഇത്രയും ഉന്നത പദവിയിൽ ഇരുന്നിട്ടും ഈ മാഡം മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട്. അത് ഈ മയക്കും തൂക്കി വരുന്നവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്നാണ്. നമ്മളിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന വാർത്ത സ്റ്റഫ് കിട്ടും എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഇവറ്റോൾ ആ ഏരിയ വിടില്ല. പണ്ട് സുരേഷ് ഗോപിക്ക് സ്ഥിരം പറ്റിയിരുന്ന ഒരു കാര്യവും അതായിരുന്നു. പുള്ളിയിലൊരു ഭരത്ചന്ദ്രൻ നടന കുപ്പായം ഇപ്പോഴും ഉണ്ട് എന്ന് സ്നിഫ് ചെയ്ത് മനസ്സിലാക്കിയ മാധ്യമക്കൂട്ടം ചെയ്തു കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അങ്ങേരെ രാഷ്ട്രീയം പഠിച്ചു. ഇപ്പോൾ മാധ്യമപ്പട സ്നിഫ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ശ്രീലേഖ എന്ന വ്യക്തിക്ക് രാഷ്ട്രീയ കളരിയിൽ പയറ്റാൻ അറിയുന്ന കുതന്ത്ര അടവുകളിൽ പ്രാവീണ്യം കുറവാണ് എന്ന്. അവരിൽ ഇപ്പോഴും സത്യസന്ധയായ ഒരു ജെന്യുവിൻ വ്യക്തിത്വം ഉണ്ട്. അതാണ് അവരിലെ പ്രശ്നവും. നിലവിലെ സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ഈ ശ്രീലേഖയ്ക്കെതിരെ ശക്തമായ ഭാഷയിലുള്ള എതിർപ്പുകൾ പലയിടങ്ങളിലുമായി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിലൊന്നും തന്നെ, അതായത് ഈ BB രാജേഷും ശ്രീലേഖയും തമ്മിൽ അടിയാണ് എന്ന് പറയുന്ന രീതിയിൽ വരുത്തി തീർക്കാനായി പലതരത്തിലുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീലേഖയുടെ ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ BB രാജേഷിന്റെ അഭിപ്രായം തേടിയത്. എന്നാൽ BB രാജേഷ് അത് കൃത്യമായി തന്നെ തന്ത്രപരമായി തന്നെ അതിൽ നിന്നും എസ്കേപ്പായി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ശ്രീലേഖ അവരെ സ്വസ്ഥമായി അവരെ പണിയെടുക്കാൻ അനുവദിക്കൂ. ഇങ്ങനെ മൈക്കും തൂക്കി അവരുടെ പിന്നാലെ പായാതെ മറ്റ് പല ജനങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള വാർത്തകൾ തേടി പോവുക എന്നാണ് പലരും പറയുന്നത്.